രാവിലത്തെ മഴ കണ്ടപ്പോൾ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്താലോ എന്ന് ഇവരെ വിചാരിച്ചു. പക്ഷെ മുൻകൂട്ടി തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ മനസ്സനുവദിച്ചില്ല. അങ്ങനെ ചോട്ടൂന് നല്ല സെട്രോൾ ഇട്ട് കൊടുത്ത് നമ്മൾ ബസ് കയറി. എന്തോ ഭാഗ്യം, ബസ്സിൽ കയറുമ്പോഴേക്കും മഴയെല്ലാം അങ്ങ് കുറഞ്ഞു. എനിക്ക് ഈ ബസ്സിൽ മഴക്കാലത്ത് പോകാൻ തീരെ ഇഷ്ടമല്ല. ഈ കാറ്റൊന്നും കൊള്ളാണ്ട് എങ്ങനെ ബസ്സിൽ പോലെ, അതും ഞാൻ ഛർദ്ദിച്ചിട്ട് കൊളാക്കും ചിലപ്പോൾ. എന്തോ ഭാഗ്യം, മഴ മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എൻ്റെ ചോട്ട് ആദ്യമായിട്ട് ബസ് കയറി, അതും നമ്മൾ സ്വന്തം KSRTC ബസ്സിൽ. നമ്മളിപ്പോൾ പോകുന്നത് ഭീമനടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കസിൻ സിസ്റ്റർ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം 8ാം മാസത്തിൽ അപ്പം കൊണ്ടു കൊടുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് നമ്മളെ നാട്ടിൽ. അതിനു വേണ്ടി പോകുന്നതാണ്. അങ്ങനെ അവിടെ എത്തി. ആ കാണുന്നത് മതിലല്ല കേട്ടോ, ഒരു പാറയാണ്. ശരിക്കും ഈ കാഴ്ചയെല്ലാം കാണുമ്പം ആകെ ഷോക്ക് അടിച്ചു പോയി. അങ്ങനെ അവിടെ എത്തി നാടെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫസ്റ്റ് പോയത് നമ്മൾ ഒരു പുഴ കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്കുന്ന തന്നെ ചെറുങ്ങനെ മഴ പാറി. പിന്നെ മഴേൻ്റെ കാഠിന്യം കുറച്ച് കൂടി വന്നു. അപ്പോൾ ഒരു ഷെഡ് ഉണ്ടായി, അതിൽ കയറിയിരുന്നു. എല്ലാവരും കൂടി കുറേ വർത്താനെല്ലാം പറഞ്ഞ്. അവിടുത്തെ വ്യൂ ഒരു രക്ഷയുമില്ല. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഒരു സൈഡ് റബ്ബറും തോട്ടും, ഇപ്പുറത്തെ സൈഡ് കവുങ്ങും തോട്ടും. ശരിക്കും എനിക്ക് ഈ കാഴ്ചയെല്ലാം കാണുമ്പോൾ അയ്യോ, നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മളൊരു തീരപ്രദേശം ആയതുകൊണ്ട് തന്നെ മണലാണ്. അപ്പോൾ ഇങ്ങനത്തെ കൃഷിയൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാനും പറ്റില്ല. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് ഒരുവിധം നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിനി. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഒഴുക്ക് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒഴുക്കെല്ലാം നേരിട്ട് കാണുന്നു. കിട്ടിലും വ്യൂ ആണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് അതെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് വീണ്ടും നടന്നു. അപ്പൊക്കും അതാ മഴ അതേ വരലായി. അങ്ങനെ വേഗം വീട് വെച്ച് പിടിച്ചു. ഈ കാണുന്നത് അടുത്ത റംബൂട്ടാൻ ചെടിയാണ്. നമ്മൾ ഈ ഏരിയയിലൊന്നും അത് കാണൂലല്ലോ. ഇങ്ങനത്തെ സ്ഥലത്താണ് അധികമില്ല റംബൂട്ടാൻ. ചുവപ്പനാണെങ്കിൽ ഒന്ന് പറിക്കുകയും ചെയ്തു. പച്ചയായതുകൊണ്ട് തന്നെ അത് നല്ല പുളിയോ ഉണ്ടായിനി. പിന്നെ അമ്മ നേരെ അവരെ പഴയ വീട്ടിലേക്ക് പോയി. പഴയ വീട്ടിലെല്ലാം കാണുമ്പം അമ്മമ്മേനെയും അച്ചാച്ചനെല്ലാം ഓർമ്മ വരുന്നു. മുമ്പ് ഒരു 10 വർഷം മുന്നേ അടുത്തേക്ക് വന്നത്. ആ സമയത്ത് അച്ചാച്ചനും അമ്മമ്മേലും ഉള്ള സമയമാണ്. ഈ വീടും ഇതെല്ലാം കാണുമ്പം ശരിക്കും അച്ചാച്ചനും അമ്മമ്മേനെയും നല്ലോണം മിസ് ചെയ്യുന്നു. ഒരു കുഞ്ഞു വീടാണ്, ഒരു റൂമും ഒരു ചെറിയ ഇതും അവർ റൂമായിട്ട് അന്നേരം യൂസ് ചെയ്തത്. പക്ഷേ നല്ല രസമാണ് ആ വീട്ടിൽ നിൽക്കാൻ. ഞാൻ 2-3 ദിവസം പണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇത് തൊട്ട് ബാക്കിൽ തന്നെയില്ലേ ഒരു ചാല്, അങ്ങനെ അവർ പറയില്ല. ചുങ്കപ്പനെല്ലാം ഇങ്ങനത്തെ ഇതെല്ലാം കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ കുറേ സമയം ഇരുന്ന് കളിച്ചു. അതുമാത്രമല്ല, ഈ വെള്ളം തന്നെയാണ് അവർ കുടിക്കാനും യൂസ് ചെയ്യുന്നത്. കുടിക്കാനും എല്ലാത്തിനും ഇതന്നെ യൂസ് ചെയ്യുന്നത്. നല്ല ഫ്രഷ് വാട്ടറാണ്. അങ്ങനെ അതും കണ്ട് നമ്മൾ നേരെ നടന്നു. അവിടെ നിന്ന് നടക്കാനുള്ള നല്ല പ്രയാസമാണ്. ഒന്ന് ശ്രദ്ധിക്കാണ്ട് നടന്നാൽ ചിലപ്പോൾ നിലത്തന്നെ വീണു പോകും. അത്ര ശ്രദ്ധിച്ചിട്ടാണ് നടക്കേണ്ടത്. അങ്ങനെ അതും നടന്ന് കവുങ്ങും തോട്ടും റബ്ബർ തോട്ടും എല്ലാം ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേണം പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നാരങ്ങ എല്ലാം ഉണ്ടായി, അവിടെ ചെറുനാരങ്ങ. അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ നടന്നു. ആ കാണുന്ന സ്ഥലത്തെല്ലാം വീടുണ്ട് പോലും. പക്ഷെ പകലായതുകൊണ്ട് അത് മനസ്സിലാവുന്നില്ല. രാത്രി ആകുമ്പം ലൈറ്റ് വരുമല്ലോ വീട്ടിലെല്ലാം. ആ ടൈമിലേ അത് മനസ്സിലാവുമല്ലോ. ഇത് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന സാധനമാണ്. കാപ്പി, പച്ച കാപ്പി കിട്ടും. ഇത് അവരെ തറവാട് വീടാണ്. അവിടെ ആൾ താമസം ഒന്നുമില്ല, പൂട്ടിയിട്ടിട്ട് ഇല്ല വീടാണ്. ഒരുപാട് മയിലുണ്ട് അവിടെ. ഇപ്പോൾ നമ്മിപ്പോൾ അങ്ങോട്ട് കയറിപ്പോകുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 10-15ഓളം മയിലുണ്ടായി. പിന്നെ വരുന്ന വഴിയിൽ കപ്പപ്പറങ്കി അതെല്ലാം പറിച്ച് വന്നു, ഫുഡും കഴിച്ചു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി.